കേന്ദ്ര സർക്കാർ ആദിവാസികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് ഇടുക്കി ഇടമലക്കുടി നിവാസികൾ. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ പങ്കെടുക്കാനെത്തിയവരാണ് പരാതി ഉന്നയിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം കുടിയിലേക്ക് മാറ്റാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതികളുടെ ഫലം ലഭിക്കാത്തതിനു കാരണം. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായി ഇടമലക്കുടി മാറിയെങ്കിലും പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം കുടിയിൽ ആരംഭിക്കാത്തത് മൂലം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഇവിടെ നടപ്പാകാറില്ല. കേന്ദ്ര സർക്കാരിന്റെ വികസിത് സങ്കൽപ് യാത്രയിൽ പങ്കെടുക്കാൻ പോലും 50 കിലോമീറ്റർ താണ്ടിയാണ് ഇവർ വന്നത്. ഗ്യാസ് കണക്ഷനൊക്കെ ഞങ്ങളൊരു പകുതിക്ക് വെച്ച് പെട്ടിമുടി വെച്ച് ഇറക്കിയിട്ട് അവിടുത്തെ ഒരു 4 കിലോമീറ്റർ തലയിൽ ചുമന്ന് അടുത്ത വണ്ടിയിലേക്ക് കയറ്റി വേണം ഞങ്ങൾ കുടിയിലേക്ക് എത്തിച്ചേരാൻ. അത്രയും കഷ്ടപ്പാടുണ്ട്. അപ്പോൾ വളരെ ഞങ്ങളുടെ ഇടമലക്കുടി വെച്ച് തന്നെ പഞ്ചായത്തിൽ ഈ പരിപാടി നടക്കുകയാണെങ്കിൽ 100 കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുമായിരുന്നു. ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ആദിവാസികൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ പദ്ധതികൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി പദ്ധതി നടപ്പാക്കിയത്. 5ഓളം സർക്കാർ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ മുഖേന നടപ്പാക്കുന്ന പദ്ധതികളും കൃഷിഭൂമിയിൽ മരുന്ന് തളിക്കുന്ന ഡ്രോണിന്റെ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ വിശദീകരിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.